നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീക്കെൻഡിൽ ഇറാന്റെ ധനകാര്യമന്ത്രി പാകിസ്ഥാനിൽ എത്തിച്ചേർന്നുകൊണ്ട് അവിടെയുള്ള മീഡിയേറ്റേഴ്സിന് നൽകിയ പ്രപ്പോസൽസ് വൈറ്റ് ഹൗസ് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയാണെന്നുള്ള റിപ്പോർട്ട്സാണ് യുഎസിൽ നിന്നും വരുന്നത്. എങ്കിലും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഹോർമോസിന്റെ നിയന്ത്രണം ഇറാൻ നിലനിർത്തുന്നത് യുഎസിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ള സ്റ്റേറ്റ്മെന്റും വന്നു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്നും വെസ്റ്റ് ഏഷ്യൻ സമാധാനങ്ങൾക്കായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യുവാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള പ്രസ്താവനയും വന്നു. എങ്കിലും വെസ്റ്റ് ഏഷ്യയും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും വന്നിട്ടില്ല. എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം കോൾ ഇന്ത്യ, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇവയുടെ വിശദാംശങ്ങളൊക്കെ സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ നമുക്ക് പരിശോധിക്കാം. മാരുതി സുസുക്കി ഇന്ത്യ, ഇറ്റേണൽ, ബന്ധൻ ബാങ്ക്, ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ്, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, കാസ്ട്രോൾ ഇന്ത്യ, സിയറ്റ്, ഡാൽമിയ ഭാരത്, MV ഫോട്ടോവോൾട്ടിക് പവർ, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ഗ്രീൻപ്ലൈ ഇൻഡസ്ട്രീസ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, പിരമൽ ഫാർമ, REC, സ്റ്റാർ ഹെൽത്ത്, ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,200, 24,300 എന്നീ ലെവലുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ഈ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്ന ലെവലും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,600 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 23,950 എന്ന ലെവലും തുടർന്ന് 23,800 എന്ന ലെവലുമാണ് നിലകൊള്ളുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും മാർച്ച് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റകളുടെയും റിലീസ് ഉണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും മെയ് മാസത്തെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. -29.5 എന്ന ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് ഏപ്രിലിലെ -28.1 എന്ന ലെവലിൽ നിന്നും മെയ് മാസത്തിലേക്ക് ജർമ്മനിയിലെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് -33.3 ആയിട്ട് അൺഎക്സ്പെക്ടഡ്ലി ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ആകെ രാവിലെ 8:30 ജപ്പാനിൽ നിന്നും ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിപ്പുണ്ട്. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നഷ്ടങ്ങൾക്കു ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് റീബൗണ്ട് ആകാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1,151.48 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,123.92 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയും ചെയ്തു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 3%-ലേറെയും, ICIC ബാങ്ക് ADRന് 0.5%-അടുത്തും, ഇൻഫോസിസ് ADRന് 4.5%-യും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 2%-ലേറെയും, HDFC ബാങ്ക് ADRന് 0.5%-അടുത്തും, വിപ്രോ ADRന് 0.5%-യും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.5%-അടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 1%-അടുത്ത് നേട്ടത്തോടുകൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ
0.5%-നും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $108.72 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $97.08 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,694.03 per ഔൺസ് എന്ന നിലയിലായിട്ട് ഫ്ലാറ്റായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ ഉണ്ടായ റീബൗണ്ടിനെ തുടർന്ന് 0.98 എന്ന ലെവലിലേക്ക് ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലും ഇന്നലെ റീബൗണ്ട് സാധ്യമായതിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുക. അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 56,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. ബാങ്ക് നിഫ്റ്റിക്കും റീബൗണ്ട് സാധ്യമായതിനെ തുടർന്ന് ഇന്നലെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയുടെ തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേരുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 56,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുന്നത്. 55,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോർട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കോൾ ഇന്ത്യ പ്രോഫിറ്റില് 11.15%-ന്റെയും റവന്യൂവില് 5.8%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഫോണിക്സ് മിൽസ് പ്രോഫിറ്റില് 50%-ന്റെയും റവന്യൂവില് 21.3%-ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പ്രോഫിറ്റില് 35%-ന്റെ ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 13.1%-ന്റെ ഇടിവും രേഖപ്പെടുത്തി. അദാനി ടോട്ടൽ ഗ്യാസ് പ്രോഫിറ്റില് 8.9%-ന്റെയും റവന്യൂവില് 16.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. റാലീസ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 32 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ ലോസ് കുറച്ചെങ്കിലും 15 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതേസമയം റവന്യൂവില് 6%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ജിന്ദാൽ സോ പ്രോഫിറ്റില് 52.1%-ന്റെയും റവന്യൂവില് 8.2%-ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. റൊസാരി ബയോടെക് പ്രോഫിറ്റില് 33.4%-ന്റെയും റവന്യൂവില് 18.2%-ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. സിറ്റി യൂണിയൻ ബാങ്ക് പ്രോഫിറ്റില് 24.9%-ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 30.9%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റില് 62.2%-ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 23.3%-ന്റെയും വളർച്ച രേഖപ്പെടുത്തി. ഏപ്രിൽ 27 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ബാങ്ക് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് ശ്രീ ഗൗരവ് ജെയിനെ ബോർഡ് നിയമിച്ചു. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് പ്രോഫിറ്റില് 14.1%-ന്റെയും റവന്യൂവില് 15.9%-ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് പ്രോഫിറ്റില് 28.8%-ന്റെയും റവന്യൂവില് 30.4%-ന്റെയും വളർച്ച രേഖപ്പെടുത്തി. ട്രെൻഡ് 1:2 എന്ന റേഷ്യോയിലുള്ള ബോണസ് ഇക്വിറ്റി ഷെയറുകളുടെ റെക്കോർഡ് ഡേറ്റ് മെയ് 29, 2026 ആയിട്ട് ബോർഡ് തീരുമാനിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.